ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പുഴുങ്ങിയ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. എഗ് നുഗറ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് അതിന് നമുക്ക് ഇങ്ങനെ ആദ്യം ഒന്ന് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു സെൻറ്ററിൽ കട്ട് ചെയ്തിരുന്ന 3 മുട്ട ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ ഒരു ഭാഗത്ത് തന്നെ 3 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ നീളത്തിൽ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത്ര 3 എണ്ണം ആക്കണം നിർബന്ധമല്ല, 2 എണ്ണം മതിയെങ്കിൽ 2 എണ്ണം ആക്കി എടുത്താലും മതി. അപ്പോൾ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊരു പ്ലേറ്റ് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈദയും കോൺഫ്ലവറും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാറ്റ് മസാല വേണമെങ്കിൽ ചാറ്റ് മസാല ചേർക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇത് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള തന്നെയാണ് കേട്ടോ ഈ മുട്ടയും. അപ്പോൾ ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കോട്ടിങ് നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങനെ മാറ്റി വെക്കുക. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓരോ എഗ് പീസും ആദ്യം നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള അതിലേക്ക് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം ആ മുട്ടയിലൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ബ്രെഡ് ക്രംസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓട്സിലും ഇത് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലും മുഴുവനായിട്ട് കോട്ട് ചെയ്തിട്ട് എഗ് മിക്സിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഓട്സും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേണമെന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ജസ്റ്റ് 2 ഭാഗം ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഭാഗവും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരും. നമുക്ക് ഓയിലിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് ചൂടോടുകൂടി തന്നെ കഴിച്ചെടുത്താൽ മാത്രം മതി. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ ഇന്നത്തെ ഒരു സ്നാക്ക് റെസിപ്പി. പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഗസ്റ്റ് വരുമ്പോഴായാലും കുട്ടികൾ വൈകുന്നേരം സ്നാക്ക് വേണമെന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുത്തവരുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്